ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തോൽവിയെ തുടർന്ന് മനംനൊന്ത് ഇരിപ്പ് തുടങ്ങിയിട്ട് കുറെ കാലമായി. തന്നെ മാലയിട്ട് സ്വീകരിച്ച നേതാക്കന്മാർ തന്നെ പുറകിൽ നിന്നും ചതിച്ചതാണ് മുരളീധരന് ഏറെ തിരിച്ചടിയായത്. പൊതുപ്രവർത്തനത്തിൽ നിന്നും മാറി നിൽക്കുന്നു എന്നും മുരളീധരൻ പറയുകയുണ്ടായി. അതുപോലെ തന്നെ തൃശൂരിൽ പരാജയം ഉറപ്പിച്ചപ്പോൾ പെട്ടിയും എടുത്തുകൊണ്ട് തിരിച്ചു പോവുകയും ചെയ്തു. അങ്ങനെയുള്ള മുരളീധരനോട് പറയാനുള്ളത് ഒന്ന് മാത്രമാണ്: താങ്കളുടെ പരാജയത്തിൽ ഇത്ര വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. ഒരു സുപ്രഭാതത്തിൽ മത്സരിക്കുന്നതിനായി കെട്ടിയെഴുന്നള്ളി വന്നതുകൊണ്ട് കാര്യമില്ല. ഇവിടെ ജനങ്ങൾക്കിടയിൽ നിന്ന് പ്രവർത്തിക്കണം. ജനങ്ങൾക്കറിയണം തന്റെ നേതാവ് ആരാണെന്നും ജനങ്ങൾക്കായി എന്തെല്ലാം അദ്ദേഹം ചെയ്തുവെന്നും. ഇതുകൂടാതെ തന്റെ പാർട്ടിയിലെ പ്രവർത്തകർക്കും ഒരു ഉത്തരവാദിത്തം ഉണ്ടാകണം. ഇതൊന്നുമില്ലാതെ വെറുതെ മത്സരിച്ച് പരാജയപ്പെട്ട് പിണങ്ങി നടന്നിട്ട് കാര്യമില്ല. ഇതുവരെയും മുരളീധരന്റെ സങ്കടത്തിന് അവസാനമായിട്ടില്ല എന്നതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിൽ താൻ ഉണ്ടാകില്ലെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് കെ മുരളീധരൻ ഇപ്പോൾ. ഇനി തദ്ദേശ തെരഞ്ഞെടുപ്പ് സമയത്ത് മാത്രം രാഷ്ട്രീയത്തിൽ സജീവമാകാനാണ് തീരുമാനമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്. വയനാട്ടിൽ പ്രചരണത്തിന് പോകും, അതും പ്രിയങ്ക ഗാന്ധി മത്സരിക്കുന്നത് കൊണ്ട് മാത്രം. നെഹ്റു കുടുംബത്തിലെ ഒരംഗം മത്സരിക്കുമ്പോൾ കോൺഗ്രസിന് മാറി നിൽക്കാൻ കഴിയില്ല എന്നാണ് മുരളീധരൻ പറയുന്നത്. മുരളീധരന് ഈ പാർട്ടിയോടുള്ള ആത്മാർത്ഥത പാർട്ടിയിലെ മറ്റു നേതാക്കൾക്ക് ഒരു അംശമെങ്കിലും ഉണ്ടായിരുന്നുവെങ്കിൽ മുരളീധരനെ ഇപ്പോൾ വിഷമിക്കേണ്ട അവസ്ഥ വരില്ലായിരുന്നു. വട്ടിയൂർക്കാവിൽ സംഘടനാപരമായ ചില പ്രശ്നങ്ങളുണ്ട്. അതിനാൽ അവിടെ മത്സരിക്കണോ എന്ന് തീരുമാനിക്കേണ്ടത് പാർട്ടിയാണെന്നാണ് മുരളീധരൻ പറയുന്നത്. തിരുവനന്തപുരത്ത് മാത്രം പാർട്ടി നയിക്കാനാണ് ഇപ്പോൾ തീരുമാനമെന്നും മുരളീധരൻ പറയുകയുണ്ടായി. കഴിഞ്ഞ ദിവസം KPCC UDF നേതൃത്വ യോഗങ്ങളിൽ നിന്നും കെ മുരളീധരൻ വിട്ടുനിന്നിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം വിലയിരുത്താനുള്ള നേതൃത്വ യോഗമാണ് അന്ന് നടന്നത്. തിരുവനന്തപുരത്ത് ഉണ്ടായിരുന്നിട്ടുമാണ് അദ്ദേഹം യോഗത്തിൽ നിന്നും വിട്ടുനിന്നത്. എന്നാൽ മുരളീധരനെ തിരികെ കൊണ്ടുവരാനുള്ള പ്രവർത്തനങ്ങളുടെ ശ്രമം വിഫലമായിക്കൊണ്ടിരിക്കുകയാണ്.